അണിനിരന്നുകൊണ്ട് നമസ്കരിക്കുന്നു. അവിടെ ആർക്കും ആരെയും മുൻകടക്കുവാനോ വലിയവനാകുവാനോ സാധ്യമല്ല. ഇത് മനുഷ്യത്വത്തിന്, ലോക ജനതയ്ക്ക് മനുഷ്യത്വത്തിന്റെ മഹത്തായ സന്ദേശം നൽകുന്ന വലിയ ഒരു സംഗതിയാണെന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് ലോകത്തുള്ള സർവശക്തികളും ഒന്നിച്ചുകൊണ്ട് ഇത് ഭീകരമാണ്, ഇത് അക്രമമാണ്, അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഇത് ഭീകരവാദികളാണെന്നൊക്കെ പറയുന്നവർക്ക് ലോകത്തിന്റെ മുന്നിൽ വളരെ പ്രത്യക്ഷമായും പ്രകടമായും കാണാൻ സാധിക്കുന്ന മഹത്തായ സന്ദേശമാണിത്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോക ജനതയോട് പറഞ്ഞത് അതാണ്. ഒന്നാമതായി മനുഷ്യർക്ക് സമാധാനം വേണം, സുരക്ഷിതത്വം വേണം, കിടന്നുറങ്ങാൻ സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകണം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് റബ്ബിജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, പടച്ചതമ്പുരാനെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നീ ഭക്ഷണം നൽകണമേ എന്ന്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം മനുഷ്യ സമൂഹത്തിന് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് മക്കയിലുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒന്ന് ഭക്ഷണമാണ്, മറ്റൊന്ന് സമാധാനമാണ്. ഇത് രണ്ടും ഒരു സമൂഹത്തിനുണ്ടെങ്കിൽ പിന്നെ എന്ത് വിഷമമാണുള്ളത്? മറ്റു പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു വിഭാഗത്തെയും പേടിപ്പിച്ചുകൊണ്ട്, ഭീതിപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു വിഭാഗം ഒരു പ്രദേശത്ത് ഭീതിതരായി കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ ആ നാട് സുരക്ഷിതരല്ല, സുരക്ഷിതമായ സ്ഥലമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സമാധാനം, ശാന്തി, സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്ര നേതാക്കന്മാരും രാഷ്ട്ര നിർമ്മാതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട മഹത്തായ ഒരു കാര്യമാണിത്. ഈ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം പകർന്നു കൊടുക്കുന്നു. അത് ലോകം ഉൾക്കൊള്ളുവാൻ സന്നദ്ധമാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മതമല്ല, മുസ്ലിങ്ങളുടെ മാത്രം ഒരു സംഗതിയല്ല. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് വേണ്ടി നൽകിയതാണ്. മനുഷ്യ സമൂഹത്തിന്റെ സമാധാനത്തിന് വേണ്ടി നൽകിയ മഹത്തായ സന്ദേശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഇസ്ലാം അത് അംഗീകരിക്കുന്ന മനുഷ്യർക്ക് സമാധാനമുണ്ടാകും, അത് അംഗീകരിക്കുന്ന മനുഷ്യർക്ക് സന്തോഷമുണ്ടാകും. അത് സമുദായത്തിന്റെ പേരിലല്ല. മുസ്ലിം സമുദായത്തിന് സന്തോഷമുണ്ടോ? അവരെപ്പോഴും കുഴപ്പക്കാരല്ലേ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. എന്തുകൊണ്ട് ഇസ്ലാം അവർ ഉൾക്കൊള്ളുന്നില്ല? ഇസ്ലാം മനസ്സിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ്,